Hello everyone, welcome to Competitive Crack. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ ടു മാനേജ്മെന്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പ്രധാനമായിട്ടും മാനേജ്മെന്റ് കൺസെപ്റ്റ് ഏരിയയിൽ നിന്നും നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള യഥാർത്ഥത്തിൽ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും സെയിം ക്വസ്റ്റ്യൻ ഏരിയാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ തിയറീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ തിയറി നമ്മൾ ചോദിച്ചിരിക്കുന്ന തിയറിയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു തന്നിരിക്കും. ആ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. UGC നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. നമ്മളോട് സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊന്നും വരില്ല. പകരം അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏരിയ ഏതാണോ ആ ഏരിയയിൽ നിന്നും മറ്റൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മുൻനിർത്തിയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ അറേഞ്ച് ചെയ്യുന്നത്. സോ ലെറ്റ് മി സ്റ്റാർട്ട്. നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ ഏരിയയെ നമുക്ക് ബ്രീഫ്ലി പറഞ്ഞു പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് 1 കൺസിസ്റ്റ് ഓഫ് മോട്ടിവേഷൻ തിയറീസ് ആൻഡ് ലിസ്റ്റ് 2 കൺസിസ്റ്റ് ഓഫ് ദി മോട്ടിവേഷൻ തിയറിസ്റ്റ്. അപ്പോൾ രണ്ട് ലിസ്റ്റുകൾ, ലിസ്റ്റ് 1 പറഞ്ഞിരിക്കുന്നത് തിയറികളും ലിസ്റ്റ് 2 പറഞ്ഞിരിക്കുന്നത് ആ തിയറിയുടെ പ്രപ്പൗണ്ടേഴ്സിനെ പറ്റിയുമാണ്. സോ ഫസ്റ്റ് തിയറി ടു ഫാക്ടർ തിയറിയെ നമ്മൾ ബ്രീഫ്ലി പറയുകയാണെങ്കിൽ മോട്ടിവേഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് തിയറി പറയുന്നത്. ഒന്ന് മോട്ടിവേറ്റേഴ്സും രണ്ട് ഡീമോട്ടിവേറ്റേഴ്സും, അല്ലെങ്കിൽ സാറ്റിസ്ഫയേഴ്സും ഡിസാറ്റിസ്ഫയേഴ്സും. റൈറ്റ്, സാറ്റിസ്ഫയേഴ്സും ഡിസാറ്റിസ്ഫയേഴ്സും, മോട്ടിവേറ്റേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും. ഡീമോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നതിന് പകരം ഹൈജീൻ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വർക്ക് ചെയ്യുന്നു, അതിനകത്ത് സാലറിയുടെ ഒപ്പം ഇൻസെൻറ്റീവ്സ് കിട്ടുന്നു, അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നു, റെക്കഗ്നിഷൻ കിട്ടുന്നു. ഇതെല്ലാം മോട്ടിവേറ്റേഴ്സ് ആണ്. അത് നമ്മൾ വർക്ക് ചെയ്യുന്നത് വഴി അത് നമ്മൾ മോട്ടിവേഷനിലേക്ക് നയിക്കും. അതേസമയം ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അത് ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാകും, ഡീമോട്ടിവേഷനിലേക്ക് നയിക്കും. അതായത് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ആകാം, പ്രോപ്പർ ലൈറ്റിംഗ് ആകാം, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡുകളും, ഓർഗനൈസേഷന്റെ പ്രോപ്പർ അലൈൻമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈജീൻ ഫാക്ടറുടെ ഭാഗമാണ്. ഈ ഹൈജീൻ ഫാക്ടേഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ. വേറാസ് മോട്ടിവേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. ഹൈജീൻ ഫാക്ടേഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ. ഇതാണ് കൺസെപ്റ്റ് ഓർക്കേണ്ടത്. സോ ടു ഫാക്ടർ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ഫ്രെഡറിക് ഹെർസ്ബർഗ് ആണ്. ഹെർസ്ബർഗ്സ് ടു ഫാക്ടർ തിയറി. രണ്ടാമത്തെ തിയറി ERG തിയറിയാണ്. എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത് നീഡ്സ്. അതായത് മാസ്ലോയുടെ 5 ലെവൽ ഓഫ് നീഡ്സിനെ 3 ലെവലിലേക്ക് ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് ഈ തിയറി പറയുന്നത്. എക്സിസ്റ്റന്റ് നീഡ്സ്, റിലേറ്റഡ്നെസ് നീഡ്സ് ആൻഡ് ഗ്രോത്ത് നീഡ്സ്. അത് മാസ്ലോയുടെ തിയറിയെ ഒന്ന് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്. അതായത് മാസ്ലോസ് തിയറിയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, വൺസ് ഒരു ലെവൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആവില്ല എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ലെവൽ ഇപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു, അയാൾക്ക് പിന്നീട് വേണ്ടത് അതിന് മുകളിലുള്ളൊരു നീഡാണ്. സോഷ്യൽ നീഡ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ദെൻ സോഷ്യൽ നീഡ്സ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ വരെ എത്തുന്നു വിചാരിക്കുക. സോ ഒരു ലെവൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ലെവൽ ഒരിക്കലും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആവില്ല എന്നാണ് മാസ്ലോ പറഞ്ഞു വെച്ചത്. പക്ഷെ അതിലൊരു തെറ്റുണ്ട്. ബിക്കോസ് ഇവിടെ ERG തിയറി പറയുന്നത്, വൺസ് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് റിലേറ്റഡ്നെസ് നീഡ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് നീഡ്സ് അച്ചീവ് ചെയ്തു, പക്ഷെ അദ്ദേഹത്തിന് റിലേറ്റഡ്നെസ് നീഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തൊട്ട് പുറകിലത്തെ നീഡിലേക്ക് പതുക്കെ താഴുമെന്ന് പറയാം, അല്ലെങ്കിൽ പുറകിലത്തെ നീഡ് വീണ്ടും അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റിസസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ആൻഡ് ERG തിയറി ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ ആൽഡഫർ. ക്ലേട്ടൺ ആൽഡഫർ ആണ് ERG തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ തിയറി എക്സ് ആണ് തിയറി വൈ. തിയറി എക്സ് പറയുന്നത് നെഗറ്റീവ് അസംഷൻസ് ആണ്. ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ് എപ്പോഴും ലേസിയാണ്, അവർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറല്ല. അവരെ സംബന്ധിച്ച് അതോറിറ്റിയോടുകൂടി മാത്രമേ അവരെ നിയന്ത്രിക്കാൻ സാധിക്കൂ. സോ ഒതോറിറ്റേറിയൻ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ആയിരിക്കും ഏറ്റവും നല്ലതെന്നാണ് തിയറി എക്സ് പറയുന്നത്. തിയറി വൈ ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ പറ്റിയാണ്. അങ്ങനെയുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാണ്? തിയറി എക്സ് ആൻഡ് തിയറി വൈ ബൈ ഡഗ്ലസ് മക്ഗ്രിഗോർ. മക്ഗ്രിഗോറിന്റെ തിയറി എക്സും തിയറി വൈയും എന്നാണ് നമ്മൾ പറയാറ്. പിന്നെ ഉള്ളത് നീഡ്സ് തിയറിയാണ്. 3 ഡിഫറെന്റ് നീഡ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെന്റ് ആൻഡ് നീഡ് ഫോർ പവർ. റൈറ്റ്, സോ ഈ നീഡ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് മാക്ലൻഡ് ആണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് സി, ഓപ്ഷൻ എ. ടു ഫാക്ടർ തിയറി ഹെർസ്ബർഗ്, ERG തിയറി ബൈ ക്ലേറ്റൺ ആൽഡഫർ,
തിയറി എക്സ് ആൻഡ് തിയറി വൈ ബൈ ഡഗ്ലസ് മക്ഗ്രിഗോർ ആൻഡ് നീഡ്സ് തിയറി ബൈ ഡേവിഡ് മാക്ലൻഡ്. സോ ഓർക്കുക, ഇത് ബ്രീഫ്ലി നമ്മൾ എന്താണ് ഈ തിയറി എന്ന് പറഞ്ഞു. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഈ ഓരോ തിയറികളും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓരോ തിയറിയുടെയും കൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് തിയറി എക്സ്? തിയറി എക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആസ് വി ഓൾറെഡി സെഡ്, തിയറി എക്സ് ആൻഡ് വൈ മാക്ഗ്രിഗോറിന്റെ ആണ്. അദ്ദേഹം പറയുന്ന തിയറി എക്സിൽ നെഗറ്റീവ് അസംഷൻസ് അബൌട്ട് ഫ്യൂച്ചർ ആവറേജ് ഹ്യൂമൻ ബീയിങ് ആണ്. അതായത് എംപ്ലോയീസിനെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് എക്സ്ട്രീമാണ് തിയറി എക്സ് അവതരിപ്പിക്കുന്നത്. തിയറി വൈ ആണെങ്കിൽ എംപ്ലോയീസിനെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് എക്സ്ട്രീമാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഒരു ആവറേജ് പോയിന്റിലല്ല ഈ തിയറി പറയുന്നത്, രണ്ട് എക്സ്ട്രീമുകളിൽ നിന്നാണ്. ഏറ്റവും മോശമായിട്ടുള്ള എംപ്ലോയികളെ എങ്ങനെ മാനേജ് ചെയ്യണം, ഏറ്റവും നല്ല എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതാണ് തിയറി എക്സിലും തിയറി വൈയിലും ഉള്ളത്. സോ തിയറി എക്സ് നെഗറ്റീവ് അസംഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തിയറി എക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്? പീപ്പിൾ ആർ കമ്മിറ്റഡ് ടു ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആണോ? ദേ ആർ നോട്ട് കമ്മിറ്റഡ്. അവർ ലേസിയാണ്, അവർ വർക്ക് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് ആ തിയറി എക്സ് പറയുന്നത്. ദേ ആർ ലേസി ആൻഡ് ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, റൈറ്റ്? ദെൻ മോട്ടിവേഷൻ ഇസ് എ റിസൾട്ട് ഓഫ് റാഷണൽ ബിഹേവിയർ ടുവേർഡ്സ് അറ്റൈനിങ് ഗോൾ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് റാഷണൽ, സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്ത് അവരുടെ ബിഹേവിയർ അനുസരിച്ചാണ് ആണോ? ഇവിടെ സംഭവിക്കേണ്ടത് എന്താണ്? തിയറി എക്സ് ആണെങ്കിൽ നെഗറ്റീവാണ് വരേണ്ടത്. സോ ആ ഇൻഡിവിജ്വൽ റാഷണൽ തിങ്കിങ്ങിലേക്ക് പോവില്ല, അവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. സോ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവാണ്. സോ അവരെ സംബന്ധിച്ച് ഈ ഒരു പോയിന്റ് നമുക്ക് ചേർത്ത് പറയാൻ സാധിക്കില്ല. ദി പെർസീവ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗീവൺ ലെവൽ എഫേർട്സ് ആൻഡ് എക്സ്പെക്റ്റഡ് പെർഫോമൻസ്, അതൊന്നും ഒരിക്കലും ഡയറക്ട്ലി റിലേറ്റിംഗ് ടു തിയറി എക്സ് അല്ല. അവരുടെ എക്സ്പെക്ടേഷൻ ഒന്നും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. തിയറി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണം, അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അതോറിറ്റേറിയൻ സ്റ്റൈൽ മാത്രമേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കൂ. ഈ പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷൻസും തിയറി എക്സിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. സോ റൈറ്റ് ആൻസർ ഈസ് നൺ ഓഫ് ദി എബോവ്. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻസ് കണ്ടു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് തിയറി എക്സ്? സെയിം ഏരിയയിൽ നിന്ന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആണിത്. എക്സിന്റെ അസംഷൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻ ആവറേജ് ഹ്യൂമൻ ബീയിങ് ഹാസ് ആൻ ഇൻഹെറന്റ് ഡിസ്ലൈക്ക് ഓഫ് വർക്ക് ആൻഡ് വിൽ അവോയ്ഡ് ഇറ്റ് ഇഫ് ഹി ക്യാൻ, റൈറ്റ്? അദ്ദേഹം വർക്കിനെ ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ ഏതൊക്കെ സാഹചര്യം കിട്ടുമ്പോഴും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ശരിയാണ്, അദ്ദേഹത്തിന് ഡിസ്ലൈക്ക് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആൻ ആവറേജ് ഹ്യൂമൻ ബീയിങ് പ്രിഫേഴ്സ് ടു ബി ഡയറക്റ്റഡ്, അതായത് അതോറിറ്റേറിയൻ സ്റ്റൈൽ വേണം, അവരെ ഡയറക്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യൂ. സീക്സ് ടു അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഹാസ് റിലേറ്റീവ്ലി ലിറ്റിൽ അംബിഷൻ, അവർക്ക് വലിയ അംബിഷൻസ് ഒന്നുമില്ല. ആൻഡ് വാണ്ട് സെക്യൂരിറ്റി അബോവ് ഓൾ, ജസ്റ്റ് സെക്യൂരിറ്റി ഉണ്ടായാൽ മതി, വേറൊന്നും അവർക്ക് ആവശ്യമില്ല. സോ അതും നെഗറ്റീവാണ്. ആ സെൻസിൽ പറയാം, അതും തിയറി എക്സിന്റെ ഭാഗമാണ്. ആൻ ആവറേജ് ഹ്യൂമൻ ബീയിങ് ലേൺസ് അണ്ടർ പ്രോപ്പർ കണ്ടീഷൻ, ലേൺ ചെയ്യൂ. അവർക്ക് പ്രോപ്പർ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും അവരൊന്നും പഠിക്കാൻ തയ്യാറല്ല, അവർക്ക് വർക്കിന് ഇഷ്ടമല്ല, റൈറ്റ്? സോ ദേ ലേൺസ് അണ്ടർ പ്രോപ്പർ കണ്ടീഷൻസ് ആൻഡ് നോട്ട് ഓൺലി ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ബട്ട് ഓൾസോ സീക്ക് ഇറ്റ്. അവർ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ തിയറി എക്സിൽ വരുന്നവർ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാനോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ തയ്യാറല്ലാത്തവരാണ്. സോ ചേരാത്തത്, എക്സിന്റെ അസംഷനുമായി ഒന്ന് ചേരാത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ലെറ്റ്സ് സീ അനദർ ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെന്റ് ആണ്, അസെഷൻ റീസൺ ടൈപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദിച്ചിരിക്കുന്ന തിയറി ആട്രിബ്യൂഷൻ തിയറിയുമായി ബന്ധപ്പെട്ടാണ്. സോ ആട്രിബ്യൂഷൻ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ പെർസെപ്ഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ ബിഹേവിയർ. എന്താണ് ആട്രിബ്യൂഷൻ തിയറി? ആട്രിബ്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ നമ്മൾ പല സാഹചര്യങ്ങളെ ആട്രിബ്യൂട്ട് ചെയ്യും. അതായത് ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ പറയും, റൈറ്റ്? അതായത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇന്റേണൽ ആട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടാണ്, നമ്മളുടെ എഫേർട്ടിന്റെ റിസൾട്ടാണ് എന്നുള്ള രീതിയിൽ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. അതേസമയം നെഗറ്റീവ്സ് ആണ് വന്നിരിക്കുന്നതെങ്കിലോ അത് ആ സാഹചര്യങ്ങൾ കാരണം അങ്ങനെ വന്നുപോയതാണ്, എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. സാഹചര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. സോ ഇന്റേണൽ ആട്രിബ്യൂഷൻ അല്ല അവിടെ എടുത്തത്. മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുകയും അതേസമയം പോസിറ്റീവ്സ് വരുവാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ അത് ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തെയാണ് ആട്രിബ്യൂഷൻ തിയറി പറയുന്നത്. ഓക്കെ, സോ ആട്രിബ്യൂഷൻ തിയറി പറയുന്നപ്പോൾ എന്താണ്? തിയറി ഇസ് ബേസ്ഡ് ഓൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ പെർസെപ്ഷൻ, നമ്മളുടെ ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ ഓഫ് ദി സിറ്റുവേഷൻ ആണ്, ആ സിറ്റുവേഷനിലെ നമ്മളുടെ കാഴ്ചപ്പാട്, റൈറ്റ്? ആൻഡ് ഇന്റർപേഴ്സണൽ ബിഹേവിയർ.
സോ ഈ രണ്ട് കണക്ഷൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആട്രിബ്യൂഷൻ തിയറി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും അവിടെ പറയുന്നുണ്ട്. ഒന്ന് നമ്മളുടെ പെർസെപ്ഷൻ അബൌട്ട് ദി സിറ്റുവേഷൻ. ആ പെർസെപ്ഷൻ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുന്നതാകാം. ദാറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദി പേഴ്സൺ, റൈറ്റ്? ദെൻ ഇന്റർപേഴ്സണൽ ബിഹേവിയറും അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. റീസൺ, സിൻസ് മോസ്റ്റ് വൈസ് ആർ നോട്ട് ഡയറക്ട്ലി ഒബ്സർവബിൾ, പീപ്പിൾ മസ്റ്റ് ഡിപ്പെൻഡ്. അല്ലേ? അപ്പോൾ ഈ പറയുന്ന റീസൺ, ഈ ഒരു ആട്രിബ്യൂഷൻ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ്. മോസ്റ്റ് വൈസ് ആർ നോട്ട് എന്താണ്, കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കാത്തവയല്ലേ. പല സാഹചര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എന്താണ് അതിനുള്ള റീസൺ എന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അതിനെ ഇന്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യും. സോ ഈ ഒരു തിയറി പറയുന്നത് അത് തന്നെയാണ്. റീസൺ ആയിട്ട് ഈ അസെഷൻ വരാനുള്ള റീസൺ ഇതാണ്, പെർസെപ്ഷൻ ബേസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ടാണ് പെർസെപ്ഷൻ ബേസ് ചെയ്യുന്നത്? ഈ പറയുന്ന ക്വസ്റ്റ്യൻ മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതിനുള്ള റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നോട്ട് ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത്, ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന അസെഷൻ ട്രൂ ആണ്, റീസൺ ട്രൂ ആണ്. അസെഷൻ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ പറയുന്നത് പെർഫെക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി റീസൺ. അസെഷൻ ഈസ് ട്രൂ ആൻഡ് assertion and reason are true and R is the best explanation to A. രണ്ട് ശരിയാണ്. ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്, തിയറീസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മോട്ടിവേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫെയർനെസ് ഇൻ സോഷ്യൽ എക്സ്ചേഞ്ചസ്. ഫെയർനെസ് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടാണ്? ഞാൻ ആ വേർഡ് മാത്രം അണ്ടർലൈൻ ചെയ്തു, ഫെയർനെസ്. നിങ്ങളത് ഓർക്കണം. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ആണ്, റൈറ്റ്? ഈക്വൽ ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻപുട്ട്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്, അതിന് കിട്ടുന്ന ഔട്ട്കം മറ്റൊരാൾ കൊടുക്കുന്ന ഇൻപുട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഔട്ട്കവുമായിട്ട് പ്രപ്പോർഷണലി സെയിം ആയിരിക്കണം. സെയിം ആയിരിക്കണം എന്നല്ല, പ്രപ്പോർഷണലി മാച്ച് ചെയ്യണം, റൈറ്റ്? അതായത് ആ റേഷ്യോ സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 100 യൂണിറ്റ്സ് ആണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത് 200 ആണ്. സോ 100 യൂണിറ്റ്സ് എഫേർട്ട് കൊടുത്തു, 200 ഔട്ട്കം കിട്ടി. സോ 1:2 എന്നുള്ള റേഷ്യോ കിട്ടി. അപ്പോൾ മറ്റൊരു ഇൻഡിവിജ്വൽ 200 യൂണിറ്റ്സ് ഇൻപുട്ട് കൊടുത്തു, അദ്ദേഹത്തിന് 400 യൂണിറ്റ്സ് ഔട്ട്കം കിട്ടിയാലേ മാച്ച് ചെയ്യൂ. സോ അവിടെ 1:2 എന്ന് പറയുന്ന റേഷ്യോ വരണം. അങ്ങനെ വന്നില്ലെങ്കിലും സിമ്പിൾ സെൻസ് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് തോന്നുകയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അത്രയും വർക്ക് ചെയ്യാത്ത ഒരു ഇൻഡിവിജ്വലിന് നമ്മളെക്കാൾ കൂടുതൽ സാലറി കിട്ടി എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഇക്വിറ്റി ഉണ്ടോ? അവിടെ ഇക്വിറ്റി ഇല്ല. സോ ഇക്വിറ്റി തിയറി ഇതാണ് പറയുന്നത്. ഇക്വിറ്റി തിയറി പറയുന്നത് ഓരോ വ്യക്തികളും അവർ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും അവർക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്കവും മറ്റൊരു ഇൻഡിവിജ്വൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഔട്ട്കവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇക്വിറ്റി അസസ് ചെയ്യുന്നത്. ഫെയർ ആണോ എന്ന് അസസ് ചെയ്യുന്നത്. ഫെയർ ആണെന്ന് അവർക്ക് തോന്നിയാൽ അവർ മോട്ടിവേറ്റഡ് ആവും. ഫെയർനെസ് ഇല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ ഡിമോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഇക്വിറ്റി തിയറി. സോ മോട്ടിവേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫെയർനെസ് ഇൻ സോഷ്യൽ എക്സ്ചേഞ്ചസ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇക്വിറ്റി തിയറിയുടെ ഭാഗമാണ്. ഓക്കെ, then people are motivated to behave in ways that produce valued outcome. അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് വാല്യൂഡ് ആയിരിക്കണം, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള റിസൾട്ട് വരുവാണെങ്കിൽ. അതായത് 3 കാര്യങ്ങളെ പറ്റി നമ്മൾ അതിന് വേണ്ടി പഠിക്കുന്നുണ്ട്: എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി ആൻഡ് വാലൻസ്. എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി, വാലൻസ്. ഏത് തിയറിയാണത്? ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ, റൈറ്റ്? എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷനിലാണ് അത് വരുന്നത്. സോ എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി ആൻഡ് വാല്യൂസ്, അതായത് ആ ഇൻഡിവിജ്വല് വാല്യൂ ഉള്ള റിസൾട്ട് ആണെങ്കിൽ അദ്ദേഹം അത് ഈ പറയുന്ന ഔട്ട്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, റിവാർഡ് എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹം മാക്സിമം എഫേർട്ട് എടുക്കും. അപ്പോൾ 3 ലെവലിലാണ് എക്സ്പെക്റ്റൻസി ഉണ്ടാവണം, ഇൻസ്ട്രുമെന്റാലിറ്റി ഉണ്ടാവണം ആൻഡ് വാലൻസ് ഉണ്ടാവണം എന്ന് പറയുന്ന തിയറി എക്സ്പെക്റ്റൻസി തിയറിയാണ്. ദെൻ ഡിറ്റർമിനിങ് സ്പെസിഫിക് ലെവൽ ഓഫ് പെർഫോമൻസ് ഓഫ് വർക്ക് ഈസ് ടു അറ്റൈൻ ആൻഡ് ദെൻ സ്ട്രൈവിംഗ് ടു അറ്റൈൻ ദെം. ഒരു സ്പെസിഫിക് ലെവൽ ഓഫ് പെർഫോമൻസ് ഡിറ്റർമിൻ ചെയ്യുന്നു, ഗോൾസ് ഡിസൈൻ ചെയ്യുന്നു, റൈറ്റ്? എന്താണ് അവർ പെർഫോം ചെയ്യേണ്ടത്, എത്രമാത്രം ലെവലാണ് അവർ അറ്റൈൻ ചെയ്യേണ്ടത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു. അതിനുശേഷം അവരെ കൊണ്ട് അത് അറ്റൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുന്നു. ദിസ് ഈസ് കോൾഡ് ഗോൾ സെറ്റിംഗ് തിയറി. അടുത്തത്, വെൻ പീപ്പിൾ ആർ ഫ്രസ്ട്രേറ്റഡ് ബൈ ദെയർ ഇൻഎബിലിറ്റി ടു മീറ്റ് നീഡ്സ് അറ്റ് ദി നെക്സ്റ്റ് ഹയർ ലെവൽ in the hierarchy, they must regress to the next lower category of needs and intensify their desire to gratify these needs. So
ആസ് യു ഓൾറെഡി സെഡ്, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയുടെ ഒരു ലിമിറ്റേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി പറയുന്നത് ഓരോ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാലും ഹയർ ലെവൽ നീഡുകൾ മാത്രമേ പിന്നീട് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ തിയറി ഈ ഒരു സ്റ്റേജ് പറയുന്നത് എന്താ? ഒരു പീപ്പിൾ, ഒരു ഇൻഡിവിജ്വൽ ഇമാജിൻ, അദ്ദേഹം ഹയർ ലെവൽ നീഡ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ, അതായത് ഏറ്റവും ബേസിക്കലി ERG ആണ് പറയുന്നത് റിലേറ്റഡ്നെസ് നീഡ്സ്, ദെൻ ആ ഓരോ ലെവലുണ്ടല്ലോ ഗ്രോത്ത് നീഡ്സ് ഒക്കെ. അപ്പൊ ഇപ്പൊ റിലേറ്റഡ്നെസ് നീഡ്സ് എത്തി, അതിന് മുകളിലേക്ക് അദ്ദേഹത്തിന് കയറാൻ പറ്റുന്നില്ല, ഗ്രോത്ത് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നും സംഭവിക്കും. ആ ഗ്രോത്ത് നീഡ്സിൽ നിന്ന് അദ്ദേഹം റിഗ്രസ് ചെയ്തിട്ട് എവിടെ എത്തും? റിലേറ്റഡ്നെസ് നീഡ്സിനെ കുറച്ചുകൂടി ബ്രോഡായിട്ട് കാണാൻ തുടങ്ങും. അതായത് അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. ഇതിനെയാണ് ERG തിയറി എന്ന് പറയുന്നത്. സോ മാസ്ലോ നീഡ് തിയറിയിലെ ഒരു ലിമിറ്റേഷൻ എടുത്തുകൊണ്ട് ആ ലിമിറ്റേഷനെ നളിഫൈ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന തിയറിയാണ് ആൽഡെഫേഴ്സ് ERG തിയറി. റൈറ്റ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. റൈറ്റ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, നെയിം ദി ഓതർ ഓഫ് ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ. ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ, ഇക്വിറ്റി തിയറി എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. തിയറിയുടെ പ്രപ്പോണ്ടർ ആരാണ്? സ്റ്റാൻസി ആദംസ്. അദ്ദേഹമാണ് തിയറി പ്രപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ദെൻ as such a recent type of question, equity theory of work motivation is based on social exchange process in which individual make contributions and expect certain outcomes. Right? Equity theory ഇതല്ലേ സോഷ്യൽ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ്. അതായത് അവർ കുറച്ച് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്, ഇൻപുട്ട് നടത്തുന്നുണ്ട്, ആൻഡ് ദേ എക്സ്പെക്ട് സം ഔട്ട്കം. ആ ഇൻപുട്ടിന് ആനുപാതികമായിട്ടുള്ള ഒരു റിസൾട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ തന്നിരിക്കുന്ന ആ സെഷൻ ശരിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ റീസൺ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. സോ ഇൻഡിവിജ്വൽ ഡിസൈഡ്സ് വെദർ ഓർ നോട്ട് എ പെർട്ടിക്കുലർ എക്സ്ചേഞ്ച് ഇസ് സാറ്റിസ്ഫാക്ടറി ബൈ കമ്പയറിംഗ് ദെയർ ഇൻപുട്സ് ആൻഡ് ഔട്ട്കംസ് വിത്ത് ദോസ് ഓഫ് അതേഴ്സ് ആൻഡ് ട്രൈ ടു റെക്ടിഫൈ ഇനിക്വിറ്റി. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ പറയുന്ന ഒരു സിറ്റുവേഷനാണ് എപ്പോഴും ഇക്വിറ്റി തിയറി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇക്വിറ്റി ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ഇക്വിറ്റി ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഇവർ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്, അതിന് കിട്ടിയിരിക്കുന്ന ഔട്ട്കം, മറ്റൊരു വ്യക്തി കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്, അതിന് കിട്ടിയിരിക്കുന്ന ഔട്ട്കം, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇവയെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരേ റേഷ്യോയിലാണെങ്കിൽ ഓക്കെ, ഒരേ റേഷ്യോ അല്ലെങ്കിൽ അവിടെ ഇന്നിക്വിറ്റി ഹാപ്പൻ ചെയ്യും. രണ്ട് തരത്തിലുള്ള ഇന്നിക്വിറ്റി ഉണ്ട്. ഒന്ന് ഓവർ റിവാർഡ് ഇന്നിക്വിറ്റി, രണ്ട് അണ്ടർ റിവാർഡ് ഇന്നിക്വിറ്റി. അദ്ദേഹം എന്നേക്കാൾ കുറച്ച് വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് കൂടുതൽ സാലറി കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? അണ്ടർ റിവാർഡാണ്, ഞാൻ അതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തു പക്ഷെ എനിക്ക് അത്രയും സാലറി കിട്ടുന്നില്ല, അണ്ടർ റിവാർഡ് ഇന്നിക്വിറ്റി. അതേസമയം ഞാൻ വർക്ക് ചെയ്തത് കുറവാണ് പക്ഷെ എന്നേക്കാൾ കൂടുതൽ വർക്ക് ചെയ്ത വ്യക്തിക്ക് എന്നേക്കാൾ കുറവ് സാലറി കിട്ടി. ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഞാൻ വർക്ക് ചെയ്തത് കുറവാണ്, എനിക്ക് കിട്ടിക്കുന്ന സാലറി 1000 rupees ആണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഇരട്ടി വർക്ക് ചെയ്ത ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന് കിട്ടിയ സാലറി 500 രൂപയാണെങ്കിൽ എന്ത് തോന്നും? അതിനെയാണ് ഓവർ റിവാർഡ് ഇന്നിക്വിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് തോന്നും നമ്മളെക്കാൾ പണിയെടുത്തിട്ടും അദ്ദേഹത്തിന് എന്നേക്കാൾ കുറച്ച് സാലറി കിട്ടിയുള്ളൂ. ദാറ്റ് വിൽ ലീഡ് ടു സം കൈൻഡ് ഓഫ് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം, അതായത് ഓവർ റിവാർഡ് ആയാലും അണ്ടർ റിവാർഡ് ആയാലും ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? ഇക്വിറ്റി സീക്ക് ചെയ്യും. ആ ഇന്നിക്വിറ്റിയെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഇക്വിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും എന്നാണ് തിയറി പറയുന്നത്. തിയറിയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഇത് രണ്ടും. സോ റൈറ്റ് ആൻസർ. റൈറ്റ്. അതായത് both A and R are correct and R is the correct explanation of A. Which of the following is a correct match? Mackland, ERG theory, Skinner, reinforcement theory, Room, equity theory, Locke, experiency theory. So മാച്ച് ചെയ്തിരിക്കുന്നതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, സ്കിന്നറുടെ റീഇൻഫോഴ്സ്മെന്റ് തിയറി. റീഇൻഫോഴ്സ്മെന്റ് തിയറി അറിയാലോ. റീഇൻഫോഴ്സ്മെന്റ് തിയറിയിൽ ഓർക്കുക, എഗെയിൻ ഒരു മോട്ടിവേഷൻ തിയറിയാണ്. ഇവിടെ വരുമ്പോൾ രണ്ട് ലെവലാണ്, അതായത് ഡിസൈഡും അൺഡിസൈഡുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ വരുന്നു. എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് ഡിസൈഡ് ആയിട്ടുള്ള പെരുമാറ്റമാണ് വരുന്നതെങ്കിൽ രണ്ട് രീതിയിൽ റീഇൻഫോഴ്സ് ചെയ്യും. റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു പെരുമാറ്റത്തെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ, ബിഹേവിയറിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിനാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോസിറ്റീവാണ് പെരുമാറ്റമെങ്കിൽ അല്ലെങ്കിൽ ഡിസൈഡ് ആണ് അദ്ദേഹത്തിന്റെ ബിഹേവിയർ എങ്കിൽ രണ്ട് റീഇൻഫോഴ്സ്മെന്റ് നടത്തുമ്പോൾ ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും രണ്ട് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ റിവാർഡ്സ് കൊടുക്കുക, അക്രഡിറ്റേഷൻസ്, അച്ചീവ്മെന്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. പ്രൊമോഷൻ കൊടുക്കുകയൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതേസമയം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാലോ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വേടി പറയുന്ന പോലെ നെഗറ്റീവ് അല്ല. എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കിട്ടാറുള്ള ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് ഒഴിവാക്കി കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ അവർക്കൊരു പേ കട്ട് ഉണ്ട്, സാലറി കട്ട് ചെയ്യാറുണ്ട്. ആ സാലറി കട്ട് അവോയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. അതൊരു ബെനിഫിറ്റ് അല്ലേ?
ഇതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസൈറബിൾ ബിഹേവിയർ ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവും നെഗറ്റീവും ആകാം. അതേസമയം അൺഡിസൈറബിൾ ബിഹേവിയർ ആണെങ്കിലോ, അൺഡിസൈറബിൾ ബിഹേവിയർ ആണെങ്കിൽ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള രണ്ട് മെത്തേഡുകൾ, ഒന്ന് പണിഷ്മെന്റ്, രണ്ട് എക്സ്റ്റൻഷൻ ആണ്. പണിഷ്മെന്റ് അറിയാലോ, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് റിവാർഡ് ചെയ്തിരുന്ന ബിഹേവിയർ ഇനി അങ്ങോട്ട് റിവാർഡ് ചെയ്യുന്നില്ല. ഇതിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. മുമ്പ് റിവാർഡ് ചെയ്തിരുന്നതാണ്, പക്ഷെ ആ റിവാർഡ് ഇനി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് എക്സ്റ്റൻഷൻ ആണ്. ഇത് രണ്ടും എന്തിനാണ്? ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ, സോ സ്കിന്നേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് തിയറിയാണ് നമ്മൾ ബ്രീഫ്ലി പറഞ്ഞത്. സോ നിങ്ങൾ ഓർക്കുക, നമ്മളുടെ ഇത്തരം തിയറീസ് പേപ്പർ 2മായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിൽ ഇത്തരം തിയറീസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറീസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ആൻഡ് നമ്മുടെ മുമ്പിൽ ഇനി ജൂൺ എക്സാമിനേഷനിലേക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. സോ ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ വിക്ടറി ബാച്ച് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സോ ഈ ഒരു ബാച്ചിന്റെ സ്പെഷ്യാലിറ്റീസ് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ആൻഡ് ത്രൂ ഔട്ട് ഡൗട്ട് ക്ലിയറൻസും അതോടൊപ്പം തന്നെ PYQസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് സെഷൻ, ഒരു ബാച്ച് എന്നുള്ള രീതിയിലാണ് വിക്ടറി ബാച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ഇക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാനേജ്മെന്റ്, ജനറൽ പേപ്പർ ആൻഡ് CSIR ഫിസിക്സ് ആണ്. സോ ഇത്രയും ഏരിയാസ് ആണ്. ഇത്രയും ഏരിയാസിന്റെ ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു സെഷനിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.